Good morning, students. Am I audible? Good morning, miss. ബാക്കി എല്ലാ സബ്ജക്ട്സും സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്സസ്? മിസ്സേ തുടങ്ങി. ഓക്കെ. മൺഡേ തൊട്ട് കോളേജിലുണ്ടാവില്ലേ നിങ്ങൾ? 11-ാം തീയതി. 11-ാം തീയതി. ഓക്കെ ഓക്കെ. മറ്റ് ജിടെക്കിന്റെ ആക്ടിവിറ്റീസ് എന്തായി? ജോസ്വിൻ വന്നിട്ടുണ്ടോ? അത് മിസ് ഇപ്പം അശ്വിനും എബിൻ അവർക്കൊക്കെ പരീക്ഷ വന്നുകൊണ്ടിരിക്കുക. അപ്പം അത് ഒരു ഓൺബോർഡിങ് ചെയ്തായിരുന്നു, സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ഒക്കെ. പിന്നെ അവര് എന്തെങ്കിലും പണിയുണ്ട് അത് പറയുമെന്നാ പറഞ്ഞേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് മിക്കവരും ചെയ്തു. അന്ന് ലിസ്റ്റിൽ തന്ന ഇതിലും മിക്കവരും ചെയ്തു. ഒന്നുകൂടി ലിസ്റ്റ് എടുത്തു തരാം. ഓക്കെ. അപ്പം ഞാൻ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഡിസ്കസ് ചെയ്തായിരുന്നോ മിസ്? ഇല്ല മിസ്. അത് ശരി, അതൊന്നും അറിയാണ്ടാണോ വന്നിട്ടുള്ള സബ്ജക്റ്റ്? സബ്ജക്റ്റിന്റെ പേരറിയാം. ഓക്കെ. എന്താ സബ്ജക്റ്റ്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. സോ ഈ സെമ്മിൽ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്, കമ്പൈലർ ലാബ് ഉണ്ട് എനിക്ക് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ. സോ നമുക്ക് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ഇമേജിനെ കുറിച്ച് എന്താണ് ഐഡിയ ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 2 hours ഉണ്ട്. അപ്പം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. നോർമലി ഉള്ളതുപോലെ ഞാൻ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് ശരിക്കും നമുക്ക് ഇലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത്രയും അതെന്താണ് കുറച്ച് പ്രോബ്ലംസ് പ്ലസ് കുറച്ച് തിയറീസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇമേജിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ളത് ഒന്ന് പറയാം. അഭിജിത്ത്? എന്താണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊരു ഇമേജിനെ പ്രോസസ് ചെയ്യുന്നില്ല. ഇമേജിനെ പ്രോസസ് ചെയ്യുന്നതാണ്. അപ്പൊ പ്രോസസ് ചെയ്യുന്നതാണോ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്? അല്ല. ഓക്കെ. സോ ഡിജിറ്റൽ ഇമേജിനെ ഇമേജിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ച് പ്രോസസ് ചെയ്യുന്നതാണ് ഇമേജ് എന്നാണ് അഭിജിത്ത് പറയുന്നത്. ഓക്കെ, അതൊരു പോയിന്റ്. നെക്സ്റ്റ് ആളാരാ? ഓരോരുത്തരായിട്ട് വരിയായിട്ട് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പറയാട്ടോ, നിങ്ങളുടെ വ്യൂസ് ആണ് ചോദിക്കുന്നത്. അതിൽ
എന്താണ് ഇമേജ്? എന്താണ് ഇമേജ് ഇമേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഇമേജ് എന്ന് പറയുമ്പോൾ ഫോട്ടോ ഇമേജ് നമ്മുടെ ഫോട്ടോസ്, APK അങ്ങനെ. JPG ഫോട്ടോസ്. ആ ആ ഓക്കെ. നെക്സ്റ്റ് ആളാരാ? അജീന. അജീന പറഞ്ഞോ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്രോസസ് ചെയ്യുന്ന ഇമേജ്. ഡിജിറ്റൽ ഇമേജ് എന്ന് പറയും. ഡിജിറ്റൽ കമ്പ്യൂട്ടർ വെച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനെയാ ഡിജിറ്റൽ ഇമേജ് എന്ന് പറയും. ഓക്കെ. അഖിൽ ഹലോ മിസ്സേ. പറഞ്ഞോ, എന്താണ് ഇമേജ്? എന്താണ്? കുറെ പിക്സലൊക്കെ വെച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. കുറച്ച് പിക്സൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇമേജിൽ പിക്സൽ എന്താണ് ശരിക്കും നമ്മൾ എന്താ പറയാ? പിക്സൽ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ റെപ്രസെന്റേഷൻ. ഏറ്റവും ചെറിയ റെപ്രസെന്റേഷൻ. ഓക്കെ, അതാണ് പിക്സൽ. അപ്പം ആ പിക്സൽ വെച്ചിട്ടുള്ളതാണ് ഇമേജ്. ഓക്കെ. അക്ഷര മിസ് ഹലോ, പറഞ്ഞോ. ഇമേജസിനെ പറ്റിയല്ലേ? പറഞ്ഞോ. ഇമേജിന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? എന്താണ് ഇമേജ് എന്ന് ഒരാൾ ഇമേജിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇമേജ് എന്താന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഒന്നും വരുന്നില്ല, ഒന്നും ഓർമ്മ വരുന്നില്ല. പിക്സൽസ് പിക്സൽസ് ഒക്കെ വെച്ചിട്ടുള്ള പറഞ്ഞോന്ന്. ഇത് ജസ്റ്റ് അതായത് ഇപ്പൊ ഡെഫിനേഷനോ കാര്യങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ ഇപ്പം ഒരാൾ ഒരു ഫോട്ടോ ഇമേജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് വെറും ഫോട്ടോ മാത്രമാണോ? അങ്ങനത്തെ കുറെ ഇത് വരില്ലോ നമുക്ക്. ആ കേസാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഇമേജ് എന്ന് പറയാ? എന്താണ് ഡിജിറ്റൽ ഇമേജ്? ഒരു പിക്സൽ എലമെന്റ്സിന്റെ ഒരു കമ്പോസ്ഡ് ഫോം ആയിരിക്കത്തില്ലേ ഇമേജ്? കമ്പോസ്ഡ് ഫോം ആണ് ഇമേജ് എന്ന് പറയാ. ഓക്കെ. അഞ്ജലി പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ് നോക്കുക കേട്ടോ. ഒരാൾ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ് നോക്കുക. അഞ്ജലി. ഹലോ. പറഞ്ഞു. മിസ്സേ, ഇമേജ് എന്ന് പറയുമ്പം ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ഉണ്ടാക്കുന്നതിനാണ്. ഡിജിറ്റൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഡിജിറ്റൽ ഇമേജ് എന്ന് പറയാം. ഓക്കെ. ആരോ ഇന്ന് ഫുൾ എങ്ങനെയായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 2 hours ഉണ്ട്. 2 hours എനിക്ക് തിയറി എടുത്ത് പോവാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. ആരോ ഒരു പിക്ക് എന്നല്ലേ? ഒരു പിക്കാണ് ഇമേജ്. പിക്കിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയാ. ഈ പിക്ക് എന്ന് പറയുന്നത് എന്താണ്? പിക്ചറിനെയാണോ ഉദ്ദേശിക്കുന്നത്? ഒരു പിക്ചറാണ് ഇമേജ്. ഓക്കെ. അർജുൻ. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2-dimension റെപ്രസെന്റേഷൻ. അത് പിക്സൽ കൊണ്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും. 2-dimensional റെപ്രസെന്റേഷൻ ആണ്, പ്ലസ് എന്താണ് പിക്സൽ കൊണ്ടുള്ള കോമ്പിനേഷൻ. ഓക്കെ. വിച്ചു. വിച്ചു. ജീവൻ. മിസ്സേ വിച്ചു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്താണ് SMS മാത്രമേ ഇട്ടിട്ടുള്ളൂ? എന്റെ ആൻസർ ഒന്നും ഇല്ലല്ലോ.
ബിച്ചു എന്താണ് ഇമേജ് ബിച്ചു? അതും കൂടി ഒന്ന് ചാറ്റ് ചെയ്തോ, ചാറ്റിലിട്ടോ. Representation of real image. Okay. ജീവൻ? ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു വിഷ്വൽ റീപ്രസെന്റേഷൻ നമ്മൾ ഇലക്ട്രോണിക് ഫോമിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ഇമേജ് എന്ന് പറയാം. വിഷ്വൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? വിഷ്വൽ അല്ല മിസ്, ഏതെങ്കിലും വിഷ്വൽ റീപ്രസെന്റേഷൻ നമ്മളത് ഇപ്പം ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഒരു ലെൻസ് കൊണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്, പിന്നെ അത് നമ്മുടെ എന്ത് ലെൻസ് വേണമെങ്കിലും ആകാം, നമ്മുടെ ക്യാമറയുടെ ലെൻസ് ആകാം, കണ്ണിന്റെ ലെൻസ് ആകാം. അത് തന്നെ നമ്മൾ എവിടെയെങ്കിലും ക്യാപ്ചർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഏതെങ്കിലും ഡിവൈസ് സ്റ്റോർ ചെയ്യുന്ന ആ സംഭവത്തിന് ഇമേജ് എന്ന് പറയും. ജോസ്മി? നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിയൽ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് അത് പിക്സൽ ഫോമിലോട്ട് മാറ്റുന്നതിനെയാണ് ഇമേജ് എന്ന് പറയുന്നത്. മാറ്റുന്നതിനെയാണ് ഇമേജ് എന്ന് പറയാ. ജോസ്വിൻ? ഇമേജ് എന്ന് പറഞ്ഞാല് ഗ്രേ സ്കെയിൽ ഉണ്ട്, RGB ഉണ്ട്. അപ്പം അതിന്റെ പ്രോസസ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പം അതിന്റെ നോയ്സ് മാറ്റുന്നയോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും. കൃഷ്ണരാജ്? എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ ഒക്കെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ. പിന്നെ ഇതിന് നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഇമേജ് എന്ന് പറയാം. അത്രയും എനിക്ക് തോന്നി. പക്ഷെ നമുക്കുള്ള ഈ ഐഡിയാസും നമ്മൾ ഈ വിഷ്വലൊക്കെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രാഫിക്കലി എന്ന് പറയാൻ പറ്റുമോ? റെപ്രസെന്റ് ചെയ്യുന്നത്, ഡിജിറ്റലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിജിറ്റലി, ഗ്രാഫിക്കലി വരില്ല, ഡിജിറ്റലി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, മെർലിൻ? മെർലിൻ? Merlin, it's not audible, Merlin. എന്താ മനസ്സിലായില്ല? എല്ലാവരും ക്യാമറ കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്ന അതായത് ഡിവൈസ് പിന്നെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇമേജ് ആണുള്ളത്? ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഫോർമാറ്റ് ആണോ? JPG അല്ല, ഫോർമാറ്റ് അല്ലാണ്ട് ടൈപ്പ് ഓഫ് ഇമേജസ്. ഇമേജിന്റെ തന്നെ കുറെ ടൈപ്സ് ഇല്ലേ? ഗ്രേ സ്കെയില്, RGB, CMYK ഫോർമാറ്റ്. ബ്ലാക്ക്, ഗ്രേ സ്കെയിലും ഗ്രേ സ്കെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റും സെയിം അല്ല? അല്ലല്ലോ, സിമിലർ അല്ലേ? അതിന്റെ ഡിഫറൻസ് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, റുബിൻ? എന്താണ് ഇമേജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇമേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്കെച്ച് വല്ലാണ്, പിക്ചറൈസ് അല്ല, കറക്റ്റായിട്ട് എന്താ പറയാ,
കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്തെങ്കിലും ഒരു സ്കെച്ചിങ് ഇമേജ് എന്തെങ്കിലും ഒരു സ്കെച്ചിങ് ആണ്. ഇതിലൊരു ഒരു എന്താ പറയാ പിക്ചറിന്റെ റെപ്രസെന്റേഷൻ റെപ്രസെന്റേഷൻ അതൊക്കെ അറിയത്തുള്ളൂ സാർ. അതൊക്കെ അറിയത്തുള്ളൂ. ഓക്കെ, നജ്മ. ഹലോ മിസ്. ഹലോ, പറഞ്ഞോ, കേൾക്കാം. ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. അത്ര അറിയത്തുള്ളൂ. ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ഒരു പിക്ചർ. ഓക്കെ, പാർവതി. ഹലോ മിസ്. പറഞ്ഞോ. ഇപ്പം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഇമാജിനറി ഒബ്ജക്റ്റിനെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെയല്ലേ ഇമേജ് എന്ന് പറയുന്നത്? അതായത് ഒരു 2D 3D അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? 2 ഡൈമെൻഷണൽ രീതിയിൽ. 2 ഡൈമെൻഷണൽ ഒബ്ജക്റ്റിനെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് മോഡിഫൈ ചെയ്യും. 3Dയിൽ വ്യൂ ചെയ്യുന്നത്? എന്താ മിസ്സേ? ഹലോ, 3Dയിൽ വ്യൂ ചെയ്യുന്നതാണോ? 3Dയിൽ വ്യൂ ചെയ്യുന്നതാണോ? മനസ്സിലായില്ല. 2D 3D മനസ്സിലായില്ല. 2 ഡൈമെൻഷണൽ ഫിഗേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അരവിന്ദ്. മിസ്സേ ഹലോ. 3D ഇമേജിനെ പറ്റിയാണോ മിസ്സേ? ഇല്ല, എന്താണ് ഇമേജ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത് പറഞ്ഞാൽ? ഇമേജ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ക്യാമറയിലെടുത്ത് ഇലക്ട്രോണിക് ഫയലായിട്ട് സേവ് ചെയ്യുന്നത് ആണ് ഇമേജ്. ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത് ഇമേജ് ആയിട്ട് എന്താണ് ഇലക്ട്രോണിക് ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് ഫയലായിട്ട് സേവ് ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇമേജ്. ഓക്കെ, സാന്ദ്ര. മിസ്സേ ഹലോ. പറഞ്ഞോ. മിസ്സേ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെർച്വൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ഇമേജ് എന്ന് പറയുന്നത്. മിസ്സേ, ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഇമേജ് എന്ന് പറയാം. ഓക്കെ, വിഷ്ണുപ്രിയ. മിസ് ഹലോ. പറഞ്ഞു. മിസ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പിന്നെ എന്താ കുറെ ഇപ്പം ഡിജിറ്റൽ ഇമേജ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി പോവാണ്ട് കുറെ കോപ്പീസ് ഒക്കെ എടുക്കാം. ക്വാളിറ്റി പോവാണ്ട് കോപ്പീസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എന്താ മനസ്സിലായില്ല? ഇപ്പൊ ഡിജിറ്റലി ആയതുകൊണ്ട് നമുക്ക് ഇമേജിന്റെ ക്വാളിറ്റി ഒന്നും കുറയാണ്ട് തന്നെ നമുക്ക് കോപ്പീസ് എടുക്കാമല്ലോ. കോപ്പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം ഫോട്ടോസ് എടുക്കാന്നാണോ? എത്ര വേണേലും. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. സോ ലിസൺ, നോർമലി നമ്മൾ അതായത് പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എന്തായിരുന്നു? നമ്മളൊരു ഫിലിം ഒക്കെ ഇട്ട് ആണ് ഇത് ക്യാപ്ചർ ചെയ്യുക, അല്ലെ? ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുക. സോ അങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ ഇത് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് നമ്മുടെ ലെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തായിരിക്കും എടുക്കുക. ഓക്കെ, സോ അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെ അനലോഗ് ഇമേജ് എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇമേജ് ഇസ് ടേംഡ് ആസ് അനലോഗ് ഇമേജ്. ബട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇമേജ് ആണ് കിട്ടുന്നത്. സോ ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ 2-dimensional representation. It is a 2-dimensional representation. So normally we used to say that it is represented using f of x comma y. An image is a 2-dimensional representation which is represented by using the function f of x comma y.
where x and y which represents the spatial coordinates. സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ പറയാറില്ലേ എക്സ് വൈ കോർഡിനേറ്റ്. അതുപോലെ എക്സും വൈ എന്ന് പറയുന്നത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? വിച്ച് റെപ്രസെന്റ്സ് ദി സ്പേഷ്യൽ കോർഡിനേറ്റ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പിക്സൽ. Can you get me? F എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇന്റൻസിറ്റി ഓർ ദി ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ ആയോ? Is it clear? അതെ മിസ്. ഓക്കെ. സോ ഈ ഇന്റൻസിറ്റി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് ദിസ് ഇന്റൻസിറ്റി? ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഗ്രേ ലെവൽ വാല്യൂ. എന്താണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? What is this intensity? അതായത് ഒരു പിന്നെ പിക്സൽ എന്താ? പിക്സൽ എന്ന് പറയുന്നത് എന്താണ്? അതിലത്തെ സ്മോളസ്റ്റ് എലമെന്റിനെയാണ് പിക്സൽ എന്ന് പറയാം. ഓക്കെ. സോ ഒരു ഇമേജിന്റെ സ്മോളസ്റ്റ് എലമെന്റിനെയാണ് പിക്സൽ എന്ന് പറയാം. ഓക്കെ. സോ അതായത് നമ്മളിപ്പം നിങ്ങൾ ഗ്രാഫിൽ മനസ്സിൽ ഓർത്തോളൂ. ഗ്രാഫിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ പെർട്ടിക്കുലർ പോയിന്റിലും നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? അതിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഓരോ പോയിന്റും നമ്മുടെ പിക്സൽ ആണ്. ആ പിക്സൽ എന്ന് പറയുന്നതിലായിരിക്കും നിങ്ങളുടെ ഗ്രേ ലെവൽ വാല്യൂ എന്താണ്, ആ പിക്സലിന്റെ ഗ്രേ ലെവൽ വാല്യൂ എന്താണ്. ഓക്കെ. സോ ആ പെർട്ടിക്കുലർ ഗ്രേ ലെവൽ വാല്യൂനെയാണ് നമ്മൾ എന്താ പറയാ? ആംപ്ലിറ്റ്യൂഡ് ഓർ ഇന്റൻസിറ്റി. ആ ഗ്രേ ലെവൽ വാല്യൂനെയാണ് ആംപ്ലിറ്റ്യൂഡ് ഓർ ഇന്റൻസിറ്റി എന്ന് പറയാം. ഓക്കെ. സോ ഒരു പെർട്ടിക്കുലർ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോൾ, ഇമേജ് നമ്മൾ ഡിജിറ്റൽ ഫോമിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ വിച്ച് ഇസ് റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് എന്താണ്? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ, വെയർ എക്സ് ആൻഡ് വൈ വിച്ച് റെപ്രസെന്റ്സ് ദി സ്പേഷ്യൽ കോർഡിനേറ്റ് ആൻഡ് വൈ ആൻഡ് എഫ് വിച്ച് റെപ്രസെന്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ ദ ഗ്രേ ലെവൽ വാല്യൂ ഓർ ഇന്റൻസിറ്റി. ഓക്കെ. സോ അതായത് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ വാല്യൂ. ഓക്കെ. പിന്നെ നോർമലി ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇളക്കെ എന്താണ്? ഡിജിറ്റൽ ഫോം എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ ഫോം എന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ എ ഫോം ഓഫ് എന്താണ്? ഒരു 2 ഡയമെൻഷണൽ മെട്രിക്സ് ഫോമിലായിരിക്കും അവിടെ സ്റ്റോർ ആവുക. സ്റ്റോർസ് ഇൻ എ ഫോം ഓഫ് എന്താണ്? ഒരു 2 ഡയമെൻഷണൽ മെട്രിക്സ് ആണ്. ഓക്കെ. സോ ഇഫ് ഇറ്റ് ഇസ് എന്താണ്? എഫ് ഓഫ് എക്സ് കോമ വൈ ആണെങ്കിൽ മെട്രിക്സ് നമ്മൾ എങ്ങനെയാണോ മെട്രിക്സ് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ. ഓക്കെ. സോ ഇഫ് നമ്മുടെ ഇമേജിന്റെ സൈസ് 256 into 256 എന്ന് പറയുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹിയർ വി ഹാവ് എന്താണ്? 256 into 256. ഇതിനെ നമുക്ക് എന്ത് പറയാം? 256 into 256 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, so I am mentioning the size of the image as 256 into 256. What does it mean? height width. That is എന്താണ്? That is termed as our resolution. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? റെസൊല്യൂഷൻ. ഇതിനെ തന്നെ നമുക്ക് എന്ത് പറയാം? m rows and n columns എന്ന് പറയാം. ഓക്കെ. വി ക്യാൻ സേ ദിസ് ഇസ് എന്താണ്? m rows and n columns. ഓക്കെ. അതായത് മൊത്തം, അതായത് അല്ലെങ്കിൽ നമ്മുടെ മെട്രിക്സിൽ പറയുമ്പോൾ എന്താണ്? 256 rows and 256 columns ആണ്. ഓക്കെ. സോ ദിസ് ഇസ് ടേംഡ് as, ഇതിന്റെ കോമ്പിനേഷൻ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന റിസൾട്ടിനെ വെച്ചിട്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? റിസൊല്യൂഷൻ പറയുന്നത്. റിസൊല്യൂഷൻ. ഇപ്പൊ നോർമലി നമ്മൾ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഫ്രണ്ട് ക്യാമറയുടെ റിസൊല്യൂഷൻ എത്രയാണ്, ബാക്ക് ക്യാമറയുടെ റിസൊല്യൂഷൻ എത്രയാണ്. ഇത് ഈ പറയുന്ന, അതായത് ഈ 256 into 256 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 256 പിക്സൽസ് ആണുള്ളത്. റോസിൽ 256, കോളത്തിൽ മൊത്തം എത്ര പിക്സൽസ് ഉണ്ടാവും? 256 into 256ന്റെ ആ കോമ്പിനേഷൻ പിക്സൽസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പം പിക്സൽസിന്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കൂടുന്നത്? ക്ലാരിറ്റി ഓഫ് ദി ഇമേജ് കൂടുന്നത്. അതുകൊണ്ടാണ് എന്താണ് റെസൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 1 GB 2 GB 3 GB 5 GB ആണ് എന്റെ റെസൊല്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ആ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ പിക്സൽ എത്ര പിക്സൽസ് ഉണ്ട്, എത്ര റോസ് ആൻഡ് കോളംസ് ഉണ്ട്, ആ ടോട്ടൽ കോമ്പിനേഷൻ വെച്ചിട്ടാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? റെസൊല്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത്.
ഓക്കെ. സോ ഒരു ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് എന്താണ് 2 ഡയമെൻഷണൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ 2 ഡയമെൻഷണലിൽ എക്സും വൈ എന്ന് പറയുന്നത് എന്താണ് കോർഡിനേറ്റ് വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് എഫ് ഇസ് റെപ്രസെന്റ് ദി ഇന്റൻസിറ്റി. ആൻഡ് ഹിയർ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ 256 × 256 എന്ന് ആണ് നമ്മുടെ സൈസ് എങ്കിൽ ആ ഓരോ ലൊക്കേഷനിലും നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും? വി യൂസ് ടു സ്റ്റോർ ദി അതിന്റെ ഗ്രേ ലെവൽ വാല്യൂ. ഇറ്റ് ഈസ് 255 250 അങ്ങനെ. അപ്പം അത്രയും കമ്പോണൻസ്, അത്രയും ഗ്രേ ലെവൽ വാല്യൂസ് വരുമ്പോഴാണ് എന്ത് കൂടുന്നത്? റെസൊല്യൂഷൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? മനസ്സിലായി. സോ ഇതെന്താണ് ഡിജിറ്റൽ ഇമേജിന്റെ കേസ്. ഓക്കെ. സോ ഡിജിറ്റൽ ഇമേജിന്റെ റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തന്നിട്ടുള്ളത്. എന്താണ് ഇമേജ്, എന്താണ് ഇമേജ്, ഈ പ്രോസസ്സിംഗ് എന്താണെന്നുള്ളതിലേക്ക് കടന്നിട്ടില്ല. ജസ്റ്റ് ഡിജിറ്റൽ ഇമേജ് എന്താണ്, ഡിജിറ്റൽ ഇമേജ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. സോ അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. നൗ what about this processing? Digital image processing. Digital image processing. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണ് വിഷ്ണുപ്രിയ? നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ കുറെ പ്രോസസ്സിംഗ് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഇമേജിൽ. ബട്ട് അതൊക്കെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിന്റെ ഒരുതരം ഫീച്ചേഴ്സ് ആണോ നമ്മൾ അറിയില്ല. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? എന്താണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? വിഷ്ണുപ്രിയ? ഹലോ, പറഞ്ഞു. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ഇമേജസിനെ പ്രോസസ് ചെയ്യും. ചിലപ്പോൾ അതിന്റെ ബാക്കിൽ എന്തെങ്കിലും അൽഗോരിതം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പ്രോസസ് ചെയ്യുമ്പോൾ അതിനെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. പാർവതി? ഹലോ മിസ്സേ. പറഞ്ഞു. ഡിജിറ്റൽ ഇമേജ് അല്ലേ മിസ്സേ? പ്രോസസ്സിംഗ്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പം ഇമേജ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇപ്പം എന്താ ആ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഓരോ ചേഞ്ചസ് ഒക്കെ വരും. എന്നുവെച്ചാൽ റിയൽ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കില്ല കിട്ടുന്നത്. അതിനകത്തൊന്നും കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നേരത്തെ കിട്ടുന്നത്. ക്ലാരിറ്റി ആണെങ്കിലും വേരി ചെയ്യും. അതിനെ പ്രോസസ് ചെയ്യും. ഓക്കെ. അപ്പം ക്ലാരിറ്റിയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യും ശരിക്കും? ഒരു ഇമേജിന്റെ ക്ലാരിറ്റി കുറയാണ്, അപ്പൊ നിങ്ങൾ എങ്ങനെയാ പ്രോസസ് ചെയ്യാ? സാന്ദ്ര? അതിനെ എഡിറ്റ് ചെയ്യും. അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പം കളർ എൻഹാൻസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് ആണ് ചെയ്യും. കളർ എൻഹാൻസ് ചെയ്യും. പിന്നെന്താണ്? ക്ലാരിറ്റി കുറയാണെങ്കിൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. കോൺട്രാസ്റ്റ് ചേഞ്ച് ചെയ്യും. ബ്രൈറ്റ്നസ് കൂട്ടും. അല്ലേ? ഇതൊക്കെ നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ അരവിന്ദ്? എന്താണ് കട്ടായി? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണ്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ അപ്പ് സ്കെയിൽ ചെയ്യുക, അതിൻ്റെ ക്ലാരിറ്റിയും പിന്നെ വൈബ്രൻസ് ഒക്കെ കൂട്ടുക, അതൊക്കെയാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡെഫിനേഷൻ ഈ ക്ലാരിറ്റി കൂട്ടുന്ന അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിനെ കുറിച്ച് അറിയോ? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിനെ പറ്റി ഇല്ല.
ഓക്കെ, നജ്മ. നജ്മ പറ. അത് മാത്രമേ അറിയുള്ളൂ. ആ മാത്രം, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന മാത്രം. ഓക്കെ, മാധവ്. ഡിജിറ്റലി ഒരു ഇമേജിൽ കുറെ ഓപ്പറേഷൻസ് ചെയ്യുന്നു. ഡിജിറ്റൽ ഇമേജ് പ്രോസസ് എന്ത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ? ക്രോപ്പ് ചെയ്യുക, അങ്ങനത്തെ ഈ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് കൂട്ടുക, ബ്ലർ ചെയ്യുക. അത് അവർ പറഞ്ഞ പോലെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് കൂട്ടുക, പിന്നെ ഈ ക്രോപ്പ് ചെയ്യുക, പിന്നെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുക, ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുക, റെസൊല്യൂഷൻ മാറ്റുക, റെസൊല്യൂഷൻ മാറ്റുക. ഓക്കെ, ജോസ്വിൻ. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇമേജ് പറഞ്ഞ പോലെ ഇമേജിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇമേജ് റെക്കഗ്നിഷൻ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അർജുൻ. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പല ഓപ്പറേഷൻസ് ആണല്ലോ. ഇപ്പം ക്രോപ്പിംഗ് ആണെങ്കിലും സ്കെയിലിംഗ് ആണെങ്കിലും അതിനെയൊക്കെ നമ്മളൊരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നത്. ഇപ്പം ഫോട്ടോഷോപ്പ് പോലെ മാറ്റ്ലാബ് പോലത്തെ വെച്ച്. ഓക്കെ, സോ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ, സോ ഇതില് ഡിജിറ്റൽ ഇമേജിന്റെ വേറെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഡിജിറ്റൽ ഇമേജ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ ഇമേജ് എന്താണ്? ഇറ്റ് ഇസ് എ 2-dimensional ആണ്. f of x, y, where x and y which defines the spatial coordinate, and f is termed as the intensity of the gray level at that point x, y. Okay, then next comes digital image processing എന്ന് പറയുമ്പോൾ it is a means of processing by a computer. Okay, but at the same time ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമേജ് ആവണം എന്നില്ല. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇമേജ് ആവണം എന്നില്ല. ഇറ്റ് മേ ബി ഐദർ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് മേ ബി ദി ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഇമേജ് ആണ്. ഓക്കെ, ഇറ്റ് മേ ബി എന്താണ്, ദി ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഇമേജ്. ഓക്കെ, സോ ലോ ലെവൽ, അതായത് 3 ലെവൽസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ലോ ലെവൽ, മിഡ് ലെവൽ ആൻഡ് ഹൈ ലെവൽ. ആൻഡ് ലോ ലെവലിൽ ഇൻപുട്ട് ഇമേജ് ആയിരിക്കും, ഇൻപുട്ടും ഔട്ട്പുട്ടും ഇമേജ് ആണ്. ആൻഡ് മിഡ് ലെവലിൽ എന്താണ്, ഔട്ട്പുട്ട്സ് ആർ ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഇൻപുട്ട് ഇമേജ്. ആൻഡ് ഹൈ ലെവലിൽ ഇറ്റ് ഈസ് എന്താണ്, ആൻ എനേബിൾ ഓഫ് റെക്കഗ്നൈസിങ് ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്താണ് ഈ ലെവൽസ് പറഞ്ഞിട്ടുള്ളത്. ലെവൽസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് എന്താ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് നമ്മൾ ഇമേജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് മേ ബി യൂസ് ഫോർ റെക്കഗ്നൈസിങ് സം ഒബ്ജക്ട്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഒരു കാറ്റഗറിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ പ്രോസസ് ചെയ്യാൻ, ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്യാൻ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ഇംപ്രൂവ് ദ പിക്ടോറിയൽ ഇൻഫർമേഷൻ ഫോർ ഹ്യൂമൻ പെർസെപ്ഷൻ. അതാണ് ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ കാര്യം. ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദി ഇമേജ്, ക്ലാരിറ്റി കൂട്ടുക, അതിന്റെ റെസൊല്യൂഷൻ കൂട്ടുക, ഇല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുക, പിന്നെ എന്താണ് മാനിപ്പുലേഷൻ വരുത്തുക. ഇതൊക്കെ എന്താണ് ബേസ്ഡ് ഓൺ എന്താണ്, ബേസ്ഡ് ഓൺ ദി ഹ്യൂമൻ പെർസെപ്ഷൻ. അതായത് വൺസ് ഹ്യൂമൻ വ്യൂ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്താണ് എന്ത് പെർഫോം ചെയ്യുന്നത്, നമ്മുടെ ഇമേജിൽ ഇൻഫർമേഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് അതിൽ നോയ്സ് ഉണ്ട്, അതിനെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യുക, ബ്ലറിംഗ് ഉണ്ട്, ബ്ലറിങ്ങിനെ റിമൂവ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ, അതായത് ബേസ്ഡ് ഓൺ ദി ഹ്യൂമൻ പെർസെപ്ഷൻ ഹിയർ വി ആർ ചേഞ്ചിങ് ഓർ മോഡിഫൈങ് ദ പിക്ടോറിയൽ ഇൻഫർമേഷൻ. അത് ഒരു എയിം ആണ്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിന്റെ ഒരു എയിം അതാണ്. ദെൻ ദ ലാസ്റ്റ് എയിം ഞാൻ നോക്കാം, ദാറ്റ് ഇസ് എഫിഷ്യന്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ.
അത് ദ നെക്സ്റ്റ് എയിമാണ്. അതായത് ശരിക്കും എന്താണ്, ഇമേജിനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോറും ട്രാൻസ്മിറ്റും ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്ത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്? എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോറും ട്രാൻസ്മിറ്റും ചെയ്യാൻ എനി ഐഡിയ? Any idea? Efficient storage and transmission? കംപ്രസ് ചെയ്യുന്നതാണോ സാർ? Yes. Yeah, compression. കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു പെർട്ടിക്കുലർ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഡിജിറ്റൽ ക്യാമറയിൽ, നോർമലി ഡിജിറ്റൽ ക്യാമറയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത ഇമേജിനെ നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് നിങ്ങൾ ഇട്ട് നോക്കുക. സിസ്റ്റത്തിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിന്റെ റെസൊല്യൂഷനും അതിന്റെ സൈസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും, MBസിലായിരിക്കും അല്ലെ. നോർമലി എന്താണ് ഒരു ഫോട്ടോയ്ക്ക് തന്നെ ഇറ്റ് ഇസ് 2 MB 3 MB ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഒരു ഫോട്ടോയ്ക്ക്. ബട്ട് അതിനെ തന്നെ നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു JPEG ഫോമാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ത്രൂ മെയിൽ അതിനെ നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ നടക്കുന്നത്, കംപ്രഷൻ നടക്കുന്നുണ്ട്. സോ കംപ്രഷൻ നടക്കുമ്പോൾ എന്താണ്, ഹിയർ വി ആർ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദി ഇമേജ്. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റോസും കോളത്തിന്റെ അല്ല കുറയ്ക്കുന്നത്, ബട്ട് അതായത് അതിന്റെ ഗ്രേ ലെവൽസിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. വിത്തൗട്ട് എന്താണ് ഹ്യൂമണ് മനസ്സിലാവാത്ത തരത്തിലാണ്. അതായത് നമുക്ക് നേരത്തെ കംപ്രസ് ചെയ്തതും ഓൾറെഡി ഉള്ള ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, സോ ആ പ്രോസസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കംപ്രസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഫോർ എഫിഷ്യന്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അൾട്ടിമേറ്റ് എയിം ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ് ആണ്. ഓക്കെ, സോ ഡിജിറ്റൽ ആയിട്ട് ഒരു കാര്യം സ്റ്റോർ ചെയ്യാൻ തന്നെ കാരണം എന്താണ്, അതിനെ നമുക്ക് കംപ്രസ്ഡ് ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് എന്താണ്, ഫോർ ഓട്ടോണമസ് മെഷീൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ചില കമ്പനീസിൽ ചില ആപ്ലിക്കേഷൻസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെഷീൻ. അതായത് ഇപ്പൊ ഒരു ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനി ആണെന്ന് വെച്ചോ, അതായത് ബോട്ടിൽ വരുന്ന ആ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്തിട്ട് ആ പിക്ചറിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ആ ബോട്ടിലിനെ പ്രോസസ് ചെയ്യുന്നത്. ബോട്ടിൽ ഫിൽ ആണെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഇമേജിനെ ബേസ് ചെയ്താണ് ആ പറയുന്ന തീരുമാനം എടുക്കുന്നത്. അതായത് മെഷീനാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. മെഷീൻ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ എന്താണ് ഇമേജിനെ വെച്ചിട്ടാണ്. ഓക്കെ, can you able to get me? ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ഈ മിഷൻ ആണ് ഈ പ്രോസസിംഗ് പെർഫോം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ മിസ്സേ, ഒരു ഇമേജ് വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതാണോ? റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഫേസ് റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ. ഫേസ് റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതല്ലാണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ എന്താണ് ഈ ട്രാഫിക് സിഗ്നൽസിലൊക്കെ എന്താണ് ക്യാമറാസ് ഉണ്ട് അല്ലെ. നിങ്ങളുടെ കാറിന്റെ സ്പീഡും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഓവർ സ്പീഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആണ് ഇൻഫർമേഷൻ വരുന്നത്, അല്ലാണ്ട് അവിടെ ഒരാൾ നിന്നിട്ടല്ല ചെയ്യുന്നത് അല്ലെ. അതെ. ഓക്കെ, സോ അതായത് ആ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീക്കിളിനെ ട്രാക്ക് ചെയ്യാനും ഈ പെർട്ടിക്കുലർ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഡിജിറ്റൽ ഇമേജ് മിഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മിഷൻ ആണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ എന്താണ്, നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് വെച്ചിട്ടാണ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ട്രാക്ക് ചെയ്യാനും ഈ പെർട്ടിക്കുലർ ഇമേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗിന്റെ എയിം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പിക്ടോറിയൽ, അത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ, പിക്ടോറിയൽ ഇൻഫർമേഷനെ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഹിയർ വി ആർ ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ഓഫ് ദി ഇമേജ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഹ്യൂമൻ പെർസെപ്ഷൻ പറയാൻ കാരണം എന്താണ്, നമ്മൾ ഹ്യൂമൻ ആണ് അതിനെ വ്യൂ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ കുറെ പേര് പറഞ്ഞു, അതായത് ക്ലാരിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ കോൺട്രാസ്റ്റ് കൂട്ടുക അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുക. ഇതൊക്കെ എന്താണ്, നമ്മുടെ പെർസെപ്ഷൻ ആണ്, ഹ്യൂമൻ പെർസെപ്ഷൻ ആണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മിഷന്റെ ആപ്ലിക്കേഷൻ. അതായത് മിഷൻ ആണ് അവിടെ ആ ഇമേജിനെ വെച്ച് ഡിസൈഡ് ചെയ്യുന്നത് വെദർ ഇറ്റ് ഇസ് എന്താണ്, ഇറ്റ് സ്പീഡ് ആണോ, ഓവർ സ്പീഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഒരു ബോട്ടിൽ മാനുഫാക്ചറിംഗിലാണെങ്കിൽ ബോട്ടിൽ ഫുള്ളായിട്ട് ആ പെർട്ടിക്കുലർ എന്താണോ എലമെന്റ്, ആ എലമെന്റ് ഫിൽ ആക്കിയിട്ടുണ്ടോ, അതായത് അതിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി ഫിൽ ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ എന്താണ്, മിഷൻ ആണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അവിടെയും എന്താണ് യൂസ് ചെയ്യുന്നത്, ഇമേജ് തന്നെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് എയിം എന്ന് പറയുന്നതാണ് എഫിഷ്യന്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ. അതായത് വെറുതെ നമ്മൾ ഒരു ഇമേജിനെ ക്യാപ്ചർ ചെയ്താൽ മാത്രം പോരാ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് സൈസ് കൂടുതലുള്ള ഒരു ഇമേജ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ദ മെയിൻ എയിം ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ്. ബട്ട് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് നോട്ട് ഓൺലി എക്സ്ട്രാക്ട്സ് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമേജ് ആണ്, ബട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇറ്റ് മേ ബി ഐദർ ഇമേജ്. ഇപ്പം പിക്ടോറിയൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമേജ് ആണ്. ദെൻ
എക്സ്ട്രാക്ടിങ് ഫീച്ചേഴ്സ്. ഈ എക്സ്ട്രാക്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു മെഡിക്കൽ ഇമേജ് ആണ് എടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ മെഡിക്കൽ ഇമേജ് എടുക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മെഡിക്കൽ ഇമേജിൽ നിന്ന് ഒരു ക്യാൻസറസ് ടിഷ്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അവിടെ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? വി ആർ എക്സ്ട്രാക്ടിങ് സം ഓഫ് ദ ഫീച്ചേഴ്സ് ഫ്രം ദ പെർട്ടിക്കുലർ ഇമേജ് ആണ്. അതിൽ നിന്നാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഹാസ് എന്താണ് ട്യൂമർ ആണോ. ഓക്കെ, അവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഇമേജ് ആയിരിക്കും, ബട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? അതിലത്തെ ഫീച്ചേഴ്സ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിലുള്ള ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അതില് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ അനിമലിന്റെ ബൗണ്ടറി മാത്രം കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് ഇന്ന അനിമൽ ആണെന്ന് കിട്ടും. ഓക്കെ, അതായത് അപ്പം വെറും ആ ബൗണ്ടറി വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാം? ആ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, anybody get me? ഓക്കെ, സോ ഇതാണ് ഇമേജ് പ്രോസസ്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണ്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് പെർഫോം ചെയ്യാനുള്ള അൾട്ടിമേറ്റ് എയിം എന്താണെന്ന്. ഓക്കെ, സോ ഇതുവരെ ഉള്ളതൊന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? സമ്മറി എന്താണ് മനസ്സിലായെന്നുള്ളത്? അപർണ? അപർണ? ഹലോ, പറ, എന്താ മനസ്സിലായത്? ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുമ്പം ഒരു 2 ഡയമെൻഷണൽ ഫംഗ്ഷൻ. 2 ഡയമെൻഷണൽ? ഹലോ, കേൾക്കാം, പറഞ്ഞു. അപ്പം അതിനകത്ത് എക്സ് വൈ എന്ന് പറയുന്ന സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന് ഇന്റൻസിറ്റി എന്ന് പറയും. ഇന്റൻസിറ്റി ഓഫ് ഗ്രേ ലെവൽ at that particular pixel point. കേട്ടോ, at that particular pixel x, y. Okay, then next. അടുത്തത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. നമ്മളിപ്പം ലോ, മീഡിയം, ഹൈ ലെവൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്? ഈ ലോ ലെവൽ, മിഡ് ലെവൽ, ഹൈ ലെവൽ എന്നുള്ളത് ആ ടേമിനല്ല ഇമ്പോർട്ടന്റ്. ഏതിനാ ഇമ്പോർട്ടന്റ്? ഇൻപുട്ട് ഇമേജ് ആണ്, ഔട്ട്പുട്ട് മസ്റ്റ് ബി ഐദർ ഇമേജ് ആയിരിക്കാം, ഓർ അതർവൈസ് എന്താണ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹൈ ലെവലിൽ എന്താണ് റെക്കഗ്നൈസ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ എയിം ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്? ഒരു ഹ്യൂമൻ പെർസെപ്ഷൻ വെച്ചിട്ട് ഒരു പിക്ചോറിയൽ ഇൻഫർമേഷന്റെ ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇംപ്രൂവ് ചെയ്യാം. പിന്നെ സ്റ്റോറേജും ട്രാൻസ്മിഷനും ഒക്കെ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും പെർഫോം ചെയ്യാം. പിന്നെ ഓട്ടോണോമസ് മെഷീൻ ആപ്ലിക്കേഷൻസിൽ ഇമേജിനെ പ്രോസസ് ചെയ്യാം. ഓക്കെ, ഓട്ടോണമസ് മെഷീൻ ആപ്ലിക്കേഷൻസിലും ഈ പറയുന്ന ഇമേജ് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സിംഗ് പെർഫോം ചെയ്യാം. ഓക്കെ, സോ ആ എക്സാമ്പിൾസ് ഒന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജസ് ഞാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? കളർ ഇമേജ് ഉണ്ട്, ഗ്രേ ലെവൽ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ മൂന്നും ഡിഫറെന്റ് ആണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത്
സോ ലിസൺ, ഇനിഷ്യലി നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഇറ്റ് ഇസ് ഇമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 2-dimensional ഫോമിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. ആ 2 dimension എന്ന് പറയുന്നത് x and y which represents a spatial coordinate and f which represents the intensity or the gray level at that pixel point x, y. ഓക്കെ, സോ ഇപ്പം ഒരു പെർട്ടിക്കുലർ ഇമേജിന്റെ സൈസ് 256x256 ആണ് ഞാൻ എടുക്കുന്നെങ്കിൽ ദെൻ അതിന്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് എ മെട്രിക്സ് ഓഫ് സൈസ് എന്താണ്? 256x256, 256 റോസ് ആൻഡ് 256 കോളംസ്. ഓക്കെ, സോ ഇതിൽ ഓരോ പെർട്ടിക്കുലർ പോയിന്റിലും ഞാൻ എന്ത് സ്റ്റോർ ചെയ്യും? അതിന്റെ ഗ്രേ ലെവൽ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ മെട്രിക്സിൽ ഇപ്പൊ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? 2-dimensional ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ പെർട്ടിക്കുലർ ലൊക്കേഷനിലും അതിന്റെ ഗ്രേ ലെവൽ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ് ഇസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെങ്കിൽ, then black and white, pure black and white is something different from gray level images. റീസൺ, പ്യൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി വൈറ്റ്. ഒന്നിൽ എന്താണ് ആ വാല്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് ഓർ അതർവൈസ് ഇറ്റ് ഇസ് വൈറ്റ്. അപ്പം ഇവിടെ നമുക്ക് ഒറ്റ ഒരു ബിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? അത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാം. സോ വി ക്യാൻ സേ എന്താണ്? ഇഫ് ദ ഗ്രേ ലെവൽ വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് കളർ ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൽ ഒരു പെർട്ടിക്കുലർ പിക്സൽ പോയിന്റിനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഒരു ബിറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ 0 വിച്ച് റെപ്രസെന്റ്സ് ദി ബ്ലാക്ക് കളർ ആൻഡ് 1 വിച്ച് റെപ്രസെന്റ്സ് ദി വൈറ്റ് കളർ. ഓക്കെ, അപ്പം ഇമേജിന്റെ ഗ്രേ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് കളർ ആണ്. ഇവിടെ ഗ്രേ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ അല്ല ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് കളർ ഓഫ് ദ പെർട്ടിക്കുലർ പിക്സൽ വാല്യൂ. ഓക്കെ, സോ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെങ്കിൽ ഇറ്റ് മേ ബി ഐദർ 0 or 1. ഓക്കെ, അപ്പം മൊത്തം ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന്റെ സൈസ് നമ്മൾ എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഇസ് 256 into 256 into the number of bits needed to represent each and every pixel. Okay, can everybody get me? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഇസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഇമേജിന്റെ സൈസ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം? വെറും മെട്രിക്സ് മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ ഓരോ പെർട്ടിക്കുലർ പിക്സൽ വാല്യൂസിലും എത്ര ബിറ്റ് കൊണ്ടാണ് അതിന്റെ ഗ്രേ ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് 256 rows and 256 columns into the number of bits needed to represent a particular gray level value. So if it is a black and white image ആണെങ്കിൽ then the gray level value എന്ന് പറയുന്നത് number of bits needed to represent each and every pixel is 1 bit. Reason, 0 represents black color and 1 represents the white color. So the total size is 256 into 256. Okay. So this is a case of ഏത് type of image ആണ്? Black and white image. Okay, so the next comes the gray level image. So gray level image എന്ന് പറയുന്നത് it is, നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഗ്രേ ലെവൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മൾ നോർമൽ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? പഴയ കാലത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബട്ട് ഇവിടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് പ്യൂർ ബൈനറി ഇമേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അതിൽ 2 കളറേ ഉള്ളൂ. എന്താണ്? ഒന്ന് ബ്ലാക്ക്, ഒന്ന് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന് ഇവിടെ പറയുന്ന ഇമേജ് എന്താണ്? ഇറ്റ് ഇസ് ടേംഡ് ആസ് എ ബൈനറി ഇമേജ് which only contains എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നോട്ട് ഗ്രേ കളർ. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് പറയുന്ന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ബട്ട് രണ്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബൈനറി ഇമേജ് ആണ് which has only purely which has എന്താണ്? ബ്ലാക്ക് കളർ ആൻഡ് വൈറ്റ് കളർ. Then comes എന്താണ്? ഗ്രേ ലെവൽ ഇമേജ്. സോ വാട്ട് ഇസ് ഗ്രേ ലെവൽ ഇമേജ്? ഗ്രേ ലെവൽ ഇമേജ് ആണ് നമ്മുടെ പണ്ടത്തെ ഫിലിംസ് നമ്മൾ കാണാറില്ലേ? നമ്മൾ പറയല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രേ ലെവൽ ഇമേജ്. ദാറ്റ് മീൻസ് എന്താണ്? വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ബ്ലാക്കും വൈറ്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ബ്ലാക്കും വൈറ്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അതായത് ഈ ഡാർക്ക് കളേഴ്സ് ഒക്കെ എന്തായിട്ടായിരിക്കും ഉണ്ടാവുക? ഡാർക്ക് ഗ്രേ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ലൈറ്റ് കളേഴ്സ് ഒക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും? ലൈറ്റ് ഗ്രേ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണത്? ഓപ്പോസിറ്റ് പോളി അറവാട് പോളിയുടെ കാര്യമല്ലേ പറയുന്നത്? അതേ ഉള്ളൂ, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഓക്കെ. സോ ഇവിടെ ഒരു ഗ്രേ ലെവൽ ഇമേജിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോർമലി വി നീഡ് എന്താണ്? 8 bits.
നേരത്തെ പറഞ്ഞു എന്താണ് ഇറ്റ് ഇസ് എന്താണ് ഏത് വേരിയേഷൻ ആണ് ബ്ലാക്കും വൈറ്റിന്റെ വേരിയേഷൻസ് ആയിരിക്കും വരുന്നത്. സോ ഹിയർ വി നീഡ് എന്താണ് ഒരു ഗ്രേ ലെവൽ ഇമേജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓരോ പെർട്ടിക്കുലർ പിക്സൽ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വി നീഡ് 8 ബിറ്റ്സ്. ഓക്കെ, സോ എന്തായിരിക്കും വരുന്നത് ഇവിടെ വാല്യൂസ് വരുന്നത് എന്താണ് ഇറ്റ് വേരീസ് ഫ്രം 0 to 255. 8 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 0 പവർ 2 പവർ 8 ദ മാക്സിമം എന്ന് പറയുന്നത് എന്താണ് 256 ആണ്. ഹിയർ ദ വേരിയേഷൻ ഇസ് ഫ്രം എന്താണ് 0 to 255. ഓക്കെ, 0 to 255 ആണ് നമ്മുടെ കളേഴ്സിൽ വരുന്ന വാല്യൂസ്. ഓക്കെ, 0 to 255. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഗ്രേ ലെവൽ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു കോളംസ് ഇൻറ്റു ദ നമ്പർ ഓഫ് ബിറ്റ്സ് നീഡഡ്. സോ ഇതാണ് ആ സൈസ് ഓഫ് ദി ഗ്രേ ലെവൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇഫ് ഇറ്റ് കംസ് ഫോർ എന്താണ് ഒരു കളർ ഇമേജ് അല്ലെങ്കിൽ ഒരു RGB ഇമേജ് ആണെങ്കിൽ ദെൻ ഇവിടെ ഓരോ പെർട്ടിക്കുലർ ലൊക്കേഷനിലും എത്ര ബിറ്റ്സ് ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യാം? ഹൗ മെനി ബിറ്റ്സ് ഇസ് നീഡഡ് ടു റെപ്രസെന്റ് RGB ഇമേജ്? Any idea? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ RGB ഇമേജിനെ റെപ്രസെന്റ് ചെയ്യാൻ? So 24. 24 ബിറ്റ്സ്. 24 ബിറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും എന്താണ് ഫോട്ടോസ് ഒക്കെ പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആറിന്റെ വാല്യൂ വേരീസ് ഫ്രം 0 to 255 ആൻഡ് ജിയുടെ വാല്യൂ വേരീസ് ഫ്രം 0 to 255 ആൻഡ് ബിയുടെ വാല്യൂ വേരീസ് ഫ്രം 0 to 255. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് നീഡഡ് ടു റെപ്രസെന്റ് എ പെർട്ടിക്കുലർ കളർ ഇമേജിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് നീഡ് ടു റെപ്രസെന്റ് എ പെർട്ടിക്കുലർ പിക്സൽ എന്ന് പറയുന്നത് എന്താണ് 24 ബിറ്റ്സ്. 8 bits for R, 8 bits for G and 8 bits for B. Okay, so total 24 bits are needed to represent the color image. Okay, so അപ്പം color image വരുമ്പോൾ അതിന്റെ സൈസ് എന്തായിരിക്കും 256 into 256 into 24. Okay, so this is how we used to calculate എന്താണ് is used to find the size of a particular image. അതായത് അവിടുത്തെ കൊടുത്തിട്ടുള്ള ഗ്രേ ലെവൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ സൈസ് വേരി ആവും. Okay. So the next is the fundamental steps in image processing. Fundamental steps in image processing. ഈ ഡയഗ്രാം ഒന്ന് വരച്ചെടുത്തോളൂ കേട്ടോ. ഡയഗ്രാം ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. Can you please see the screen? സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, വേണമെങ്കിൽ നടുക്ക് നോളജ് ബേസ് എന്ന് എഴുതുക. നടുക്ക് ഞാൻ ഇത് വേറെ ഒരു പേർപ്പസ് വേണ്ടിയിട്ടാണ്. നോളജ് ബേസിലേക്ക് ആയിരിക്കും എല്ലാ പെർട്ടിക്കുലർ ഈ പറയുന്ന സ്റ്റെപ്സും കണക്ട് ചെയ്തിട്ടുള്ളത്.
കഴിഞ്ഞോ? വെച്ച് കഴിഞ്ഞോ? Have you completed? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് അവർ കണ്ടിന്യൂസ് ആണല്ലോ അല്ലേ? നെക്സ്റ്റ് അവർ ഡിപ്പാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാട്ടാ. ലാസ്റ്റ് 5 minutes ഒരു ബ്രേക്ക് തരാം. Okay, so these are the fundamental steps in digital image processing. One of the important question ആണ്, പൊതുവെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What are the fundamental steps in image processing? Okay, so ഇതിന്റെ നടുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. എന്താണ്? It is termed as എന്താണ്? Knowledge base. Knowledge base ഉണ്ട്. Okay, now what is image acquisition? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് അക്വിസിഷൻ ആണ്. ഓക്കെ, സോ ഇമേജ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് എന്താണ്? ക്യാപ്ചറിങ് എ പെർട്ടിക്കുലർ ഇമേജ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിവൈസ് വെച്ചിട്ട് ഇമേജിനെ ക്യാപ്ചർ ചെയ്യുക. അത് എന്താണ്? ഒന്നിൽ എന്താണ്? ഇറ്റ് മേ ബി എന്താണ് ക്യാമറാസ് ആവാം, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഇമേജസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജ് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജ് ആവാം, സാറ്റലൈറ്റ് ഇമേജസ് ആവാം. അങ്ങനത്തെ ഏത് ടൈപ്പ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം? ഇറ്റ് ഇസ് ടേംഡ് as ഇമേജ് അക്വിസിഷൻ. ഓക്കെ, ക്യാപ്ചറിങ് ഓഫ് എ പെർട്ടിക്കുലർ ഇമേജ് ഫ്രം എ പെർട്ടിക്കുലർ എന്താണ് റിയൽ പാർട്ടിൽ നിന്ന് എന്ത് ക്യാപ്ചർ ചെയ്യുക, ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം? ഇമേജ് അക്വിസിഷൻ എന്ന് പറയാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇമേജ് അക്വിസിഷനിൽ വൺ മോർ തിങ് ഇസ് ദെയർ, ദാറ്റ് ഇസ്, ഇത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ നോക്കാം. ദാറ്റ് ഇസ് എന്താണ്? ഇഫ് ഇറ്റ് ഇസ് എന്താണ് ഒരു വേറെ ഒരു ടൈപ്പ് അനലോഗ് ഇമേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺവേർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ് ടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇറ്റ് ഇസ് ടേംഡ് as സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. ഓക്കെ, നോർമലി യൂസ് ടു അപ്ലൈ എന്താണ്? സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ. അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിൽ നോക്കാം. ഓക്കെ, now acquisition എന്ന് പറയുമ്പോൾ it captures an image from a real sense. It may be എന്താണ്? ഏത് ടൈപ്പ് ഓഫ് ഇമേജസ് വേണമെങ്കിലും ആവാം, ഏത് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും ആവാം, in order to use to capture an image. Okay, so once ഒരു പെർട്ടിക്കുലർ ഇമേജ് കിട്ടി, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് എൻഹാൻസ്മെന്റ്. ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ്. ഇമേജ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റെപ്പും ഇൻഡിവിജ്വലി ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമേജ് എൻഹാൻസ്മെന്റ്. വാട്ട് ഇസ് എൻഹാൻസ്മെന്റ്? എൻഹാൻസ്മെന്റ്, സാന്ദ്ര? അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതിന്റെ ക്വാളിറ്റി ആസ് ദ നെയിം തന്നെ എന്താ പറയുന്നത്? എൻഹാൻസ്മെന്റ്. ദാറ്റ് ഇസ് ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ഓഫ് ദി ഇമേജ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് ഇമേജ് ഓർ ഹൈലൈറ്റിംഗ് സം ഓഫ് ദി ഫീച്ചർ, സം ഓഫ് എന്താണ്? സം ഏരിയാസ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് ടേംഡ് as it is a subjective process. ഓക്കെ, ഈ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ പെർസെപ്ഷൻ. എപ്പോഴും ഈ സബ്ജക്റ്റീവ് എന്നുള്ള വേർഡ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ പെർസെപ്ഷൻ. നമ്മൾ വ്യൂ ചെയ്തിട്ട് നമുക്കത് ഇല്ല, ഇത് ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇറ്റ് ഇസ് നമ്മൾ തന്നെ അതിന്റെ കോൺട്രാസ്റ്റോ ബ്രൈറ്റ്നസോ കൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സബ്ജക്റ്റീവ് പ്രോസസ് based on human perception. Here we use to highlight some of the features or improve the quality of the image. That is termed as image enhancement. Then next comes the image restoration or restoration. So image restoration എന്ന് പറയുന്നത് it is a mathematical approach ആണ്.
ഓക്കെ, സോ മാത്തമാറ്റിക്കൽ ഓർ പ്രോബബിലിറ്റിക്കൽ മെത്തേഡാണ് ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓർ എ പ്രോബബിലിറ്റിക്കൽ മെത്തേഡാണ്. അതായത് ഇമേജ് ഇത്രയും ഡീഗ്രേഡ് ആയിട്ടുണ്ട്, നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക എന്താണ് ഡീഗ്രഡേഷൻ എത്രയാണ്, ആ ഇത്ര ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ വേറെ എന്തെങ്കിലും പ്രോസസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? Okay, so you can see the output of image enhancement. ഇതാണ് അതിന്റെ എൻഹാൻസ്മെന്റിന്റെ ഔട്ട്പുട്ട്. ജസ്റ്റ് അതിന്റെ കോൺട്രാസ്റ്റ് മാത്രമാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് അതിന്റെ കോൺട്രാസ്റ്റ് മാത്രമാണ് ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് ഇൻ ഇമേജ് എൻഹാൻസ്മെന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് ഇമേജ് റീസ്റ്റോറേഷൻ. അതിൽ എന്താണ്, ഇവിടെ നോയ്സസ് വന്നിട്ടുണ്ട്, അതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ദ നോയ്സസ് ആർ റിമൂവ്. ഓക്കെ, അതായത് ഇവിടെ ഏതെങ്കിലും ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് മോർഫോളജിക്കൽ. നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് ലിസൺ, ഇമേജ് കംപ്രഷനും കളർ ഇമേജ് പ്രോസസ്സിങ്ങും എന്താണെന്ന് നോക്കാം. ഇതിൽ ഒരു 2 പാർട്ട് മിസ്സായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് അയക്കാം. ഇത് ബാക്കി ഈ പ്രോസസ്സിംഗ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ഫിഗറാണ്. ഓക്കെ, സോ ഇതിൽ ഇമേജ് കംപ്രഷൻ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് വാട്ട് ഇസ് കംപ്രഷൻ? ഇമേജ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ദി സൈസ് ഓഫ് ദി ഇമേജ്, റെഡ്യൂസിങ് ദി സൈസ് ഓഫ് ദി ഇമേജ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് as എന്താണ്, store that particular image efficiently as well as എന്താണ്, transmit that particular image from one place to another. Okay, efficient storage and transmission അപ്ലൈ ചെയ്യുന്നതാണ്, efficient storage and transmission വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമേജ് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറയുമ്പോൾ reducing the storage space. Okay, so commonly used format എന്ന് പറയുന്നതാണ് ഈ JPEG or JPEG. കോമൺലി യൂസ് ചെയ്യുന്ന കംപ്രഷൻ സ്റ്റാൻഡേർഡ് ആണ്, ഇമേജിന് യൂസ് ചെയ്യുന്ന കംപ്രഷൻ സ്റ്റാൻഡേർഡ് ആണ് എന്താണ്, JPEG ഓർ അതർവൈസ് എന്താണ്, JPEG. വാട്ട് ഇസ് JPEG എക്സ്പാൻഷൻ അറിയോ? എക്സ്പാൻഷൻ Joint Photographic Experts Group. Joint Photographic Experts Group. That is termed as എന്താണ്, ഇറ്റ്സ് എന്താണ്, സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഏതാണ്, കംപ്രഷൻ. ഇറ്റ്സ് എ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഇമേജ് കംപ്രഷൻ. ഓക്കെ, ഇത് ഇത്രയും ഇതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി കുറയാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി കുറയാണ്ട് നമുക്ക് കംപ്രസ് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് വീണ്ടും എന്താണ്, ഡീകംപ്രഷൻ ചെയ്യുമ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ഒറിജിനൽ ഇമേജിന്റെ ഏകദേശം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് എന്താണ്, ദി കളർ ഇമേജ് പ്രോസസ്സിംഗ്. കളർ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ്സിംഗ് വിച്ച് ഡീൽസ് വിത്ത് എന്താണ്, കളർ ഇമേജസ്. അതിനെയാണ് കളർ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, സോ പ്രോസസ്സിംഗ് വിച്ച് ഡീൽസ് ഓൺലി വിത്ത് എന്താണ്, കളർ ഇമേജസിനെ ഉള്ള പ്രോസസ്സിങ്ങിനെ കളർ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ കംസ് വൺ മോർ പോയിന്റ് എഴുതിക്കോട്ടെ, വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, സോ വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ. വേവ്ലെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ മൾട്ടി റെസൊല്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. മൾട്ടി റെസൊല്യൂഷൻ, അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ. വേവ്ലെറ്റ് എന്ന് പറയുമ്പോൾ മൾട്ടി ഡയമെൻഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ഇമേജിനെ തന്നെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും വേവ്ലെറ്റ്. ഓക്കെ, മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമേജിനെ തന്നെ മൾട്ടിപ്പിൾ റെസൊല്യൂഷനിൽ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്താണ് 256x256 ആണ് അതിന്റെ സൈസ് എങ്കിൽ അതിന്റെ സൈസിനെ നമുക്ക് എന്താണ് വേറെ റെസൊല്യൂഷനിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അത് ആ സെയിം ഇമേജിനെ തന്നെ 512x512 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ കുറച്ചും കൂടി എന്താണ് ഏതൊക്കെ പോർഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും.
ഓക്കെ, സോ ഒരേ പെർട്ടിക്കുലർ ഇമേജിനെ തന്നെ മൾട്ടിപ്പിൾ റെസൊല്യൂഷനിലും മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേവ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ് ഫോർ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സിംഗ്. ഓക്കെ, ആ വേവ്ലെറ്റ് ഒക്കെ ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ നോർമലി വേവ്ലെറ്റിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിനെ 4 ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. 4 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് 4 ബാൻഡ്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്, എവിടെയെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്തിട്ടാൽ മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂല്. സോ വേവ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എന്താണ് LL ബാൻഡ്, LH ബാൻഡ്, HL, HH ബാൻഡ്. ഓക്കെ, LL, LH, HH, HL, HH. ദാറ്റ് ഇസ് ലോ ലോ, ലോ ഹൈ, ഹൈ ലോ ആൻഡ് ഹൈ ഹൈ. അങ്ങനെ 4 ബാൻഡ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടി ഡയമെൻഷൻ ആണ്. അതായത് ഈ LH, HL, HH എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ള ഒരു ഡയമെൻഷൻ വ്യൂ ചെയ്യാം, വെർട്ടിക്കൽ ആൻഡ് ഡയഗണൽ ആണ്. ഓക്കെ, വീണ്ടും ഈ LL ബാൻഡ് എന്ന് പറയുന്നതിലായിരിക്കും ഫൈൻ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇതായിട്ട് ഡീകമ്പോസ് ചെയ്യാം. ഓക്കെ, വീണ്ടും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ 4 ബാൻഡ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക ഇൻ വേവ്ലെറ്റിൽ. ദാറ്റ് ഇസ് മൾട്ടി ഡയമെൻഷൻസ്, മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ. ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷൻ, ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വൺ ഇൻ ഡയഗണൽ ഡയറക്ഷൻ. അങ്ങനെ മൾട്ടിപ്പിൾ ഡയറക്ഷൻസിൽ, മൾട്ടി ഡയറക്ഷൻ ഓർ മൾട്ടി ഡയമെൻഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വേവ്ലെറ്റ് എന്ന് പറയാം. മൾട്ടി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റെസൊല്യൂഷന്റെ വാല്യൂ എന്ത് ചെയ്യുക, വേറെ വേറെ റെസൊല്യൂഷനിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കുക. ഒരു ഇമേജിന്റെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതേ സെയിം ഇമേജിനെ വേറെ റെസൊല്യൂഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് മൾട്ടി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so these are the ഏതാണ് steps in fundamental steps in image processing. And fundamental steps in image processing ൽ image acquisition എന്താണ്, image enhancement, image restoration, then wavelet and multiple resolution എന്താണെന്നുള്ളത് നോക്കി, image compression എന്താണ്, color image processing. ഓക്കെ, സോ ഇത്രയും, ഇനി ബാക്കി 4 കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ബിഫോർ ദാറ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. സോ ഇത്രയും സ്റ്റെപ്സിൽ the input is image and output is also an image. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്സിൽ എന്താണ്, the input is image and the output what we obtain is also in terms of image ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമേജ് ആവാം, എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫീച്ചർ ആവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്സിൽ, ഫണ്ടമെന്റൽ സ്റ്റെപ്സിൽ ഇൻപുട്ട് ഇസ് ഇമേജ് ആൻഡ് ഔട്ട്പുട്ട് obtained is also image. Okay, so the next is about morphological processing. So what is this morphological processing? Morphological processing എന്ന് പറയുമ്പോൾ it deals with എന്താണ്, extracting some components. ഓക്കെ, സോ അതായത് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതായത് ആ ഇമേജിൽ ആ ട്രയാങ്കിൾ എവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയാം. മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്ട്രാക്ടിങ് ദി ഇമേജ് കമ്പോണൻസ്. ഒരു ഒബ്ജക്റ്റിന്റെ എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് morphological processing എന്ന് പറയാം. Okay, so here normally the morphological operation is performed on binary images. Okay, normally morphological operation is performed on binary images. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? Is it clear? Okay, so the next is about segmentation. So ഇവിടെയൊക്കെ എന്താണ് കിട്ടുന്നത്, ഇൻപുട്ട് ഇമേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. മൊത്തം ഇമേജ് അല്ല ചെയ്യുന്നത്, അവിടെ നിന്ന് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് സെഗ്മെന്റേഷൻ. സോ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ, സെഗ്മെന്റേഷൻ വേണമെങ്കിൽ ഡെഫിനിഷൻ എഴുതിക്കോ. Segmentation is a process of extracting small segments from the image based on similarity
based on discontinuity Segmentation is a process of or extracting small segments discontinuity from or an image. similarity of pixels. Discontinuity അല്ലെങ്കിൽ എന്താണ് similarity of the pixels. എന്താ മനസ്സിലായത് ഇതിന്? എന്താണ് മനസ്സിലായത്? സെഗ്മെന്റ് ചെയ്യാം. പിക്സലിന്റെ ഇതനുസരിച്ച് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പിക്സലിനെ ഇതിനനുസരിച്ച് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് രണ്ട് കൺസെപ്റ്റ് ആണ് പറയുന്നത്. രണ്ട് കൺസെപ്റ്റ് എന്നല്ല, ഇത് പറയുമ്പോൾ എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നിന് ഡിസ്കണ്ടിന്യൂറ്റി ബേസ് ചെയ്ത് സെഗ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിമിലാരിറ്റി ബേസ് ചെയ്ത് സെഗ്മെന്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു പെർട്ടിക്കുലർ പിക്സലിന്റെ വാല്യൂ എടുത്തു, അതിന്റെ തൊട്ടപ്പുറത്തുള്ള വാല്യൂ എടുക്കുക. രണ്ടും എൻറ്റേർലി ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഒരു ഗ്രൂപ്പായിട്ടും അതിനെ വേറെ ഒരു ഗ്രൂപ്പായിട്ടും അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതിനെ ഒരു ഗ്രൂപ്പായിട്ടും അതിനെ വേറെ ഒരു ഗ്രൂപ്പായിട്ടും. ഇവിടെ നോക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും? ആ ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. റീസൺ എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ കളർ മാത്രം ബ്ലാക്ക്, തൊട്ടപ്പുറത്ത് അതല്ലാത്ത കളേഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ഓഫ് വൈറ്റ് കളർ ആണ്. അപ്പം എവിടെയാണോ വേരിയേഷൻസ് വരുന്നത്, എവിടെയാണോ പിക്സൽസ് തമ്മിൽ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, സിമിലർ ആയിട്ട് വരുന്നതിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കാം. അങ്ങനെയും പറയാം. രണ്ട് കേസസിലും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? പെർട്ടിക്കുലർ ഇമേജിൽ നിന്ന് നമുക്ക് ചില ഐറ്റംസിനെ മാത്രം നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ടിങ് സ്മോൾ സെഗ്മെന്റ്സ് ഫ്രം ആൻ ഇമേജ് ബേസ്ഡ് ഓൺ either similarity or otherwise എന്താണ്, discontinuity approaches. Okay, okay. And description. Next is about representation and description. Okay, so representation extracts എന്താണ്, attributes useful for processing. Okay, എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് ആവശ്യമുള്ള ആട്രിബ്യൂട്ട്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? റെപ്രസെന്റേഷൻ പറയാം. Okay, so two type of representations are there: boundary representation and regional representation. ബൗണ്ടറി റെപ്രസെന്റേഷൻ. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറി റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു അനിമലിന്റെ എന്താണ് പിക്ചർ ഉണ്ടെങ്കിൽ അതിന്റെ ബൗണ്ടറി മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? വി ക്യാൻ ഐഡന്റിഫൈ ഇത് ഇന്ന അനിമൽ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഈ ബൗണ്ടറി റെപ്രസെന്റേഷൻ ഈസ് യൂസ് ടു ഫൈൻഡ് എന്താണ്, ദ കോർണേഴ്സ്, അതായത് ഇമേജിന്റെ കോർണേഴ്സും അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഒരു ഇമേജിന്റെ ബൗണ്ടറീസ് മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ യൂസ് ടു സെപ്പറേറ്റ് ആ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ആ ഇമേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, so the next is about regional description, so which focus on internal properties of the image. Okay, so regional description, രണ്ട് type of descriptions ആണ് വരുന്നത്. ഒന്ന് boundary representation, which is used to extract എന്താണ്, the corners and inflections of the image, and so that we can identify എന്താണ്, or we can separate that particular image. ഓക്കെ, എനിക്ക് ഒരു ഒബ്ജക്റ്റ്, ഇപ്പം ഒരു ഡോഗിന്റെ പിക്ചർ ആണ് വേണ്ടതെങ്കിൽ ഡോഗിന്റെ പിക്ചർ ഡോഗ് നമ്മുടെ പിക്ചറിലുണ്ടെങ്കിൽ അത് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡോഗിന്റെ ഷേപ്പ് മാത്രം ഐഡന്റിഫൈ ചെയ്യുക, ആ പെർട്ടിക്കുലർ ഡോഗിന്റെ ഷേപ്പ് അതിന്റെ കോർണേഴ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്ത് ആ ഒബ്ജക്ട്സിനെ എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, then the next is about regional description. So regional description എന്ന് പറയുമ്പോൾ which focus on internal properties of the image, അതായത് ഇമേജിന്റെ കളർ, ടെക്സ്ചർ, കോൺട്രാസ്റ്റ്, അങ്ങനത്തെ ഇന്റേണൽ ഫീച്ചേഴ്സ്, അതിന്റെ ഇന്റേണൽ പ്രോപ്പർട്ടി, ഒരു ഇമേജിന്റെ ഇന്റേണൽ പ്രോപ്പർട്ടീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് it is termed as എന്താണ്, regional description. Regional description which focus on the internal properties of the images such as എന്താണ്, ടെക്സ്ചർ, കോൺട്രാസ്റ്റ്, etc. Okay, is it clear? Clear ആണോ? Okay, then next comes the object recognition. ഇവിടെ നോക്കൂ, ഒരു പോളിഗന്റെ ആൾമോസ്റ്റ് പോളിഗന്റെ ഷേപ്പാണ്.
സോ അതിൻ്റെ എന്ത് ചെയ്തു, ബൗണ്ടറീസ് എക്സ്ട്രാക്ട് ചെയ്തു. സോ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കംസ് ദി object recognition. Okay, so it is used to എന്താണ്, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തു, ആ ഒബ്ജക്റ്റിനെ എന്ത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, ഒബ്ജക്ട് റെക്കഗ്നൈസേഷൻ, ഇറ്റ് അസൈൻസ് ലേബിൾ ടു ആൻ ഒബ്ജക്ട് ബേസ്ഡ് ഓൺ ദി ഡിസ്ക്രിപ്റ്റേഴ്സ്. ബേസ്ഡ് ഓൺ ദി ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ത് അസൈൻ ചെയ്യുക, അതിനൊരു ലേബിൾ കൊടുക്കുക, അസൈൻ എ ലേബിൾ. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇമേജില് ട്രീയുടെ ഇതാണെന്ന് വെച്ചോ, അപ്പൊ ട്രീയുടെ ഓൾമോസ്റ്റ് നമ്മളൊരു ഷേപ്പ് ഇന്നതാണ് ട്രീ നമുക്കറിയാം. ഓക്കെ, ആ ഷേപ്പ് എവിടേക്കാണോ നമ്മുടെ ഇമേജിൽ വരുന്നത് അവിടെയൊക്കെ എന്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഇറ്റ് ഇസ് ട്രീ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ടേംഡ് ആസ് എന്താണ്, ഒബ്ജക്ട് റെക്കഗ്നൈസേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് എന്താണ്, എ ലേബിൾ ടു ആൻ ഒബ്ജക്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിസ്ക്രിപ്റ്റർ. സോ ഹിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഒബ്ജക്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. Okay, so these are the fundamental steps in image processing. 11 step ആണ് വരുന്നത്. സോ ഇതിൽ മിസ്സായിട്ടുള്ളത് വേവ്ലെറ്റ് ആണ്. വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ ആണ്. വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പും നടുക്ക് എന്ത് കൊടുക്കുക, നോളജ് ബേസ്. നോളജ് ബേസ് എന്ന് പറയുന്നത് വിച്ച് സിൻക്രണൈസ് എന്താണ്, വിച്ച് കണക്ട്സ് ഓൾ ദി സ്റ്റെപ്സ്. ഓക്കെ, സോ ഈ എല്ലാ സ്റ്റെപ്സിനെയും കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയാം, നോളജ് ബേസ് എന്ന് പറയാം. നോളജ് ബേസ് which connects all the steps. ഈ എല്ലാ സ്റ്റെപ്പിനെയും കണക്ട് ചെയ്യാം. ഓക്കെ, is it clear? Fundamental steps in image processing. ലെഫ്റ്റ് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും എന്താണ് അവിടെ നടക്കുന്നത്? ക്ലിയർ ആയോ? റിപ്പീറ്റ് ചെയ്യണോ മാധവ്? എനിക്ക് ആ ഇത് മനസ്സിലായല്ലോ, മറ്റേ മോർഫോളജിക്കൽ പ്രോസസ്. മോർഫോളജി അത് തന്നെ. അതായത് ഇപ്പൊ ചില ഒരു പെർട്ടിക്കുലർ പിക്സലില് ചില സൈഡില് അതായത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, അങ്ങനത്തെ. അതായത് അതിന്റെ ഇന്റേണൽ ആയിട്ട് വരുന്ന അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്, മോർഫോളജിക്കൽ പ്രോസസിങ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് എന്താണ്, ബൈനറി ഇമേജ് വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതിന് ബൈനറി ഇമേജിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള എലമെന്റ്സ് മാത്രം, ഷേപ്പ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഹോൾ ഉണ്ടെന്ന് വെച്ചോ, ഒരു ഇമേജിൽ ഒരു ഹോൾ ഉണ്ടെന്ന് വെച്ചോ, ആ ഹോൾ എവിടെയാണ്, ആ ഒരു പെർട്ടിക്കുലർ ഹോൾ മാത്രം ഐഡന്റിഫൈ ചെയ്യാം. അതിൽ അങ്ങനത്തെ ആ ഫീച്ചേഴ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ന് പറയാം മോർഫോളജിക്കൽ പ്രോസസിംഗ് എന്ന് പറയാം. ഓക്കെ, കിട്ടിയോ മാധവ്? ഇല്ല, അതല്ലേ റെപ്രസെന്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനകത്തും ആ ഷേപ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതെ, ഇതില് ശരിക്കും എന്താണ്, ബൈനറി ഇമേജസ് വെച്ചിട്ടാണ്. മറ്റത് അങ്ങനെയല്ല, എല്ലാ ഇമേജസിലും എന്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഷേപ്സ്. ബൗണ്ടറി റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബൗണ്ടറീസ് മാത്രം ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇതൊരു സ്പെഷ്യൽ ടൂളാണ്. മോർഫോളജിക്കൽ പ്രോസസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൂളാണ് ടു ഐഡന്റിഫൈ എന്താണ് അതിലത്തെ ഷേപ്പും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, അത് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് മോർഫോളജിക്കൽ പ്രോസസിംഗ്. ഓക്കെ, കുറെ, അതായത് ഒരു സ്ട്രക്ചറിങ് എലമെന്റ് ഉണ്ടാവും, ആ സ്ട്രക്ചറിങ് എലമെന്റ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്ന ഷേപ്പാണ്, അങ്ങനത്തെ ഷേപ്സ് മാത്രം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അതിൽ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്, എറോഷൻ, ഡയലേഷൻ, അങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, വേറെ ക്ലിയർ ആയോ? ഒരു ഫണ്ടമെന്റൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മോഡ്യൂൾസ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് പ്യൂർലി എന്താണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് വരുന്നത്. ഇമേജിന്റെ എലമെന്റ്സ് എന്താണ്, മോഡൽ എന്താണ്, ഇമേജ് മോഡൽ എന്താണ്, പിന്നെ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ, ഇമേജ് ട്രാൻസ്ഫോർമേഷൻ, അതായത് നിങ്ങൾ ഗ്രാഫിക്സ് പഠിക്കുന്ന കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ സെക്കൻഡ് മോഡ്യൂളിൽ ഫുൾ ആയിട്ട് ഇമേജ് ട്രാൻസ്ഫോംസ് ആണ് വരുന്നത്.
ഓക്കെ, എന്തൊക്കെ ട്രാൻസ്ഫോംസ് ഉണ്ട്. അതായത് 2 ഡൊമൈനാണ് നമ്മൾ പറയുക, ഒന്ന് സ്പേഷ്യൽ ഡൊമൈൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ നോർമലി പിക്സൽ വാല്യൂസ് എടുത്തിട്ട് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറയുക. ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോംസ് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫോംസിൽ വരുന്ന ചേഞ്ചസ്, ട്രാൻസ്ഫോംസിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, അതാണ് ട്രാൻസ്ഫോം ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഫുള്ള് എന്തൊക്കെ ട്രാൻസ്ഫോംസ് അവൈലബിൾ, അതിന്റെ പ്ലസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലാണ് കുറെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇക്വേഷൻസും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, തേർഡ് ചാപ്റ്റർ വിച്ച് ഡീൽസ് വിത്ത് ഇമേജ് എൻഹാൻസ്മെന്റ് ആണ്. ഇമേജ് എൻഹാൻസ്മെന്റ് സ്പേഷ്യൽ ഡൊമൈൻ ആണ് വരുന്നത് ഏതില്, തേർഡ് ചാപ്റ്ററിൽ. ഫോർത്ത് ചാപ്റ്റർ വിച്ച് ഡീൽസ് വിത്ത് എന്താണ്, ഇമേജ് എൻഹാൻസ്മെന്റ് യൂസിങ് ഫ്രീക്വൻസി ഡൊമൈൻ. ഫ്രീക്വൻസി ഡൊമൈനിൽ വെച്ചിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എൻഹാൻസ് ചെയ്യുന്നത്, അതാണ് ഏതിൽ വരുന്നത്, ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നത്. ഫിഫ്ത്ത് ചാപ്റ്റർ വിച്ച് ഡീൽസ് വിത്ത് ഇമേജ് സെഗ്മെന്റേഷൻ. എങ്ങനെ നമുക്ക് സെഗ്മെന്റ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഇമേജിനെ നമുക്ക് എങ്ങനെ സെഗ്മെന്റ് ചെയ്യാം, ചുമ്മാ നമുക്ക് ഒരു പോർഷൻ മാത്രം അങ്ങനെ എങ്ങനെ നമുക്ക് അത് ആ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് എന്താണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, സിലബസ് എടുത്തായിരുന്നു നിങ്ങൾ? ഇല്ല. 6th സെമ്മിന്റെ എല്ലാ പോർഷൻസും തീർന്നോ? 6th ലാബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഓക്കെ, വാല്യൂഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. DA കഴിഞ്ഞു, കമ്പൈലർ സ്റ്റാർട്ട് ചെയ്തു, CNA തുടങ്ങിയെന്ന് തോന്നുന്നു. നോക്കാം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇമേജ് പ്രോസസ്സിങ്ങിന്റെ? ഇമേജ് ആപ്ലിക്കേഷൻ ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് ഏതൊക്കെ ഫീൽഡിലാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്? എന്താണോ ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡ് യൂസ് ചെയ്യുന്നു. നേരത്തെ കുറെ പേര് പറഞ്ഞായിരുന്നു ഫേസ് റോബോട്ടിക്, ഫേസ് റെക്കഗ്നൈസേഷൻ, പിന്നെ OCR, OMR ഒക്കെ OCR, OMR, ബാർകോഡ് റീഡർ അല്ലേ? OMR, OCR, പിന്നെ ഗേൾസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ജോസ്മി പറ. ഫേസ് റെക്കഗ്നൈസേഷൻ, പിന്നെ ഫേസ് റെക്കഗ്നൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, പിന്നെ റോബോട്ടിക്സ്, പിന്നെ ട്രാഫിക് കൺട്രോൾ, പിന്നെ പാറ്റേൺ റെക്കഗ്നൈസേഷൻ ചെയ്യാനായിട്ട്. അഖിൽ
പക്ഷെ ഈ പ്ലാനൊക്കെ വരയ്ക്കാൻ ഏതാ ഈ സ്കെച്ചൊക്കെ ഇല്ലേ മിസ്സേ ഈ പിന്നെ യു വി ഇമേജിങ്, ഗാമ റേ ഇമേജിങ്, എക്സ്റേ എന്താണ് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യും. പിന്നെ കളർ പ്രോസസ്സിങ്, കളർ പ്രോസസ്സിംഗ്, പിന്നെ വീഡിയോ പ്രോസസ്സിങ്. ഏതാ വീഡിയോ പ്രോസസ്സിങ് പക്ഷെ കുറെ ഇമേജസ് ഒക്കെ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. വീഡിയോ പ്രോസസ്സിംഗ്. വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ സെറ്റ് ഓഫ് ഇമേജസ് ആണ് വീഡിയോ എന്ന് പറയാം. ഓക്കെ, വീഡിയോ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇമേജസ് വെച്ചിട്ടാണ് വീഡിയോ വരുന്നത് അല്ലെ. അപ്പം വീഡിയോ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴും എന്താണ്, ഇമേജ് തന്നെയാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജിനെ തന്നെയാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിലുള്ള ഓരോ വീഡിയോയിൽ വരുന്ന എന്താണ്, ഒരു സെറ്റ് ഓഫ് ഇമേജസ് ആണല്ലോ വീഡിയോ. അപ്പം വീഡിയോ പ്രോസസ്സിംഗ് പറയുമ്പോഴും എന്താണ്, ഇമേജ് തന്നെയാണ് അവിടുത്തെ ഇമേജസിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ സം ഓഫ് ദി ആപ്ലിക്കേഷൻസ് ആർ document handling, signature verification. Okay, biometrics, fingerprint verification and identification, എങ്ങനെയാ ഫിംഗർ ഐഡന്റിഫൈ ചെയ്യുന്നത്, മാച്ചിങ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ഒബ്ജക്ട് റെക്കഗ്നൈസേഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാം. അതിന്റെ റിസർച്ച്, ഇൻഡെക്സിങ് ഇൻ ഡേറ്റാബേസ്, അതല്ല. ടാർഗറ്റ് റെക്കഗ്നൈസേഷൻ, interpretation of aerial photography, autonomous vehicles, അതായത് അണ്ടർ വാട്ടർ ലാൻഡ് സ്പേസിൽ എന്താണ് വെഹിക്കിൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ട്രാഫിക് മോണിറ്ററിംഗ്, സോ ദിസ് ഇസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. ഫേസ് ഡിറ്റക്ഷൻ, ഫേസ് റെക്കഗ്നൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ഡിറ്റക്ട് ചെയ്യാം, റെക്കഗ്നൈസേഷൻ, രണ്ടായിട്ടാണ് തന്നിട്ടുള്ളത്. ഫേഷ്യൽ എക്സ്പ്രഷൻ റെക്കഗ്നൈസേഷൻ, ഹാൻഡ് ജസ്റ്റർ റെക്കഗ്നൈസേഷൻ, അതായത് സൈൻ ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഹാൻഡ് ജസ്റ്റർ റെക്കഗ്നൈസേഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റി റെക്കഗ്നൈസേഷൻ, മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ സ്കിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനത്തെ ക്യാൻസറസ് ടിഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ. മോർഫിംഗ്, inserting artificial objects into the scene. So these are some of the applications ആണ്. Okay, ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ നിങ്ങൾക്ക്? കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇത്രയും നമ്മൾ എന്താണ് ഇമേജസിനെ കുറിച്ച് ഇത്രയും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇമേജ് എന്താണ്, ഡിജിറ്റൽ ഇമേജ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് പറഞ്ഞു, ഫണ്ടമെന്റൽ സ്റ്റെപ്സ് ഇൻ ഇമേജ്. ദെൻ നൗ ടൈപ്പ് ഓഫ് ഇമേജസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇമേജസ് ആണുള്ളത്, ആ ഇമേജിന്റെ സൈസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇമേജിന്റെ സൈസ് എന്താണെന്നുള്ളത് എല്ലാവരും ഒരു 10 ഇമേജ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ആ പെർട്ടിക്കുലർ ഇമേജ് എത്ര മാക്സിമം കപ്പാസിറ്റി ഓക്യുപ്പൈ ചെയ്യുന്നുള്ളത് ഒന്ന് വേഗം ഒന്ന് നോക്കിക്കേ. ടൈപ്പ് ഓഫ് ഇമേജസ്, or the different type of images. 10 images. ഒന്ന് സെർച്ച് ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ.
അഖിൽ മിസ്സേ ആ ഏതൊക്കെയായിരുന്നു ടൈപ്പ് കിട്ടിയത്? പക്ഷേ JPG PNG അതൊക്കെയാണ്. അത് ഫോർമാറ്റ്സ്. ആ പിന്നെ മറ്റേ RCB അതാണ് അല്ല RGB ആ RGB ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ മെഡിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന ഇമേജ് ഏതൊക്കെയാണ്? റാസ്റ്റർ ഇമേജ് ആണോ? എക്സ്റേ ആ ഓരോ ടൈപ്പ് ഓഫ് ഇമേജ് എക്സ്റേക്ക് യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ്, അങ്ങനത്തെ കാര്യം അങ്ങനെയാണ് വേണ്ടത്. ടൈപ്പ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇമേജസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്. ഫോർമാറ്റ്സ് സംതിങ് ഡിഫറെന്റ് ആണ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് കംപ്രഷന് വേണ്ടിയിട്ട് കംപ്രഷൻ ഉള്ളത് കംപ്രഷൻ ഇല്ലാത്ത അതിനെ ബേസ് ചെയ്താണ് ഫോർമാറ്റ്സ് വരുന്നത്. ഓക്കെ. എഴുതുന്നുണ്ടോ? പാർവതി ഹലോ മിസ്സേ. ആ എഴുതുന്നുണ്ടോ? ആ എഴുതുവാ മിസ്സേ. എത്ര എണ്ണം കിട്ടി? 3 എഴുതി. ഏതാ? ബ്ലാക്ക് ആൻഡ് വൈറ്റും ഗ്രേയും RGBയും? ബൈനറി ഇമേജസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബൈനറി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഗ്രേ സ്കെയില് RGB. ആ ഇങ്ങനെ സെർച്ച് ചെയ്യും. എക്സ്റേ ഇമേജസ് അതിന്റെ സൈസ് എന്താണ്, CT ഇമേജ് ഓക്കെ മിസ്. അങ്ങനെ സെർച്ച് ചെയ്യും. അർജുൻ കിട്ടിയോ? നോക്കാം. എത്ര എണ്ണം കിട്ടി? നേരത്തെ പറഞ്ഞൊക്കെ തന്നെ. 3 എണ്ണമാണോ? പിന്നെ മറ്റേ ബിറ്റിന്റെ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ഈ 2468 ബിറ്റിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അത് വേണ്ട. അത് ഈ കംപ്രഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെയാ.
അതുപോലെ സാറ്റലൈറ്റ് ഇമേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാം കേട്ടോ. സാറ്റലൈറ്റ് ഇമേജസ് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഇമേജസ് കിട്ടിയില്ല, അതിന്റെ സൈസും. അഞ്ജലി മിസ്സേ കിട്ടിയടാ? മിസ്സേ ഞാൻ മറ്റേ സാറ്റലൈറ്റിന്റെ നോക്കിയായിരുന്നു. സാറ്റലൈറ്റിന്റെ മറ്റേ സ്പേഷ്യൽ റെസൊല്യൂഷൻ കിട്ടി, ലോ റെസൊല്യൂഷൻ ഒക്കെ ഉള്ള. അതിന് 3 എണ്ണം ഉണ്ട്, ലോ റെസൊല്യൂഷൻ, മീഡിയം, ഹൈ ഒക്കെ. സോ അതിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ സൈസ് വരുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, ബയോമെട്രിക് നോക്കിയായിരുന്നു ആരെങ്കിലും? ഏതാ മിസ്സേ? ബയോമെട്രിക്. ബയോമെട്രിക് അല്ലേ? എക്സ്റേ ഇമേജസ്, CT ഇമേജസിന്റെ സൈസ് ഒന്നും കിട്ടിയില്ല. മെഡിക്കൽ ഇമേജസിന്റെ MRI ഇമേജ്, പെറ്റ്, അവർക്ക് കുറെ ഇമേജസ് അല്ലേ, ഓരോ ഇമേജിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ ഡിജിറ്റൽ ഇമേജസ് ആണ്. ജോസ്വിൻ കിട്ടിയോ?
പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ എക്സ്റേ ഇമേജസ് നോക്കിയായിരുന്നു. എത്ര സൈസ് വരുന്നത്? 18 അടിക്കുന്നത്. അതെ. ഇല്ല പെറ്റ്. ഓക്കെ, ജോസ്മിൻ കിട്ടിയോ അത്? ബാക്കിയുള്ള ഇമേജസ്, മെഡിക്കൽ ഇമേജസിന്റെ സിറ്റിയുടെ 131 kb ആണ്. സിറ്റിയുടെ 524 kb ആണ്. ഫയൽ സൈസ് പെർ ഇമേജ്. 524 KB. MRIയുടെ 131 kb. 131 KB ഉള്ളൂ. ഫയൽ സൈസ് പെർ ഇമേജ്. ക്ലിയർ ആവുന്നില്ല. കംപ്രസ്ഡ് ആയിട്ടുള്ളതായിരിക്കും സൈസ് കുറയുന്നത്. അൺകംപ്രസ്ഡ് ആയിട്ടുള്ള സൈസ് ആണ് വേണ്ടത്. നമുക്ക് മൊത്തം ഒരു ഇമേജിന്റെ സൈസ് എന്ന് പറയുമ്പോൾ കംപ്രസ് ചെയ്യുന്ന മുമ്പുള്ള സൈസാണ് വേണ്ടത്. ആർക്കെങ്കിലും കിട്ടിയോ 10 ഇമേജ്? ഇതല്ലാണ്ട് സാറ്റലൈറ്റ് ഗ്രേ ലെവൽ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞു. എക്സ്റേ ഇമേജസിന്റെ പറഞ്ഞു. ഇതല്ലാണ്ട് വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇമേജും അതിന്റെ സൈസ് കിട്ടിയോ? മുബിൻ കിട്ടിയോ? നോക്കിയായിരുന്നോ ടൈപ്പ് ഓഫ് ഇമേജസും ഡിജിറ്റൽ ഇമേജും അതിന്റെ സൈസും? ഇവര് നോക്കിയാ നോക്കിയത്. അതല്ലാണ്ട് അറിയത്തില്ല. പിന്നെ മെഡിക്കലിലെ ഒരു ഡികോം ഇമേജസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ റേഡിയോളജി ഇമേജ്, DICOM. അതെ. പിന്നെ വേറെ നിഫ്റ്റി ആൻഡ് മിന്റ്. എന്താ?
NIFTI, Nifty and Mint, MINC. അത് MIN. ഫോർമാറ്റിൽ നോക്കുന്നില്ല. ഫയൽ ഫോർമാറ്റ് മെഡിക്കൽ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഫയൽ ഫോർമാറ്റ്. ഡൈകോം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാ. നോർമലി ഇമേജസ് റെപ്രസെന്റ് ചെയ്യാൻ ഡൈകോം ഫോർമാറ്റ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക ഈ 5 ഈ ഒരു 10 ഇമേജസ്, അതിന്റെ സൈസ് ഞാൻ പറയാൻ കാരണം ഓരോ ഇമേജിന്റെ സൈസ് എത്രയാന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് അതിന്റെ ടൈപ്പ് ഓഫ് ഇമേജസ് വരുന്നത്. ഓക്കെ, സോ ഗിവ് യുവർ അറ്റൻഡൻസ്. അറ്റൻഡൻസ് 1. Present miss. 3. Present miss. 4. Present miss. 5. Okay, 6. Present miss. 7. Present miss. ഉണ്ടായിരുന്നു ഇത്രയും നേരം. ആൻഡ് എപ്പോഴാണ് ജോയിൻ ചെയ്തേ? മിസ്, തുടക്കം ഒരു 15 മിനിറ്റ് ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ, അത് കഴിഞ്ഞിട്ടാ ജോയിൻ ചെയ്തേ. ആണോ? ഓക്കെ. 7. Present miss. 8. Absent. 9 present. 8 absent. 10. Present miss. 11. Present miss. 12. 13. 13. 13. 14. Miss. 15. Present miss. 16. Present miss. 17. Absent ആണ് മിസ്. 19. 19 present. മിസ് 18 വിളിച്ചില്ല. 18. 19 present. 20. 21. 22. 23. 24. Present miss. 25. Present miss. 26. Present miss. 27. Miss 27 absent. 28. 29. Miss 29 present. 30. Miss present. 31. Present miss. Okay, absent is 8, 17, 20, 21, 23 and 27. Okay, so next class. Thank you. Thank you, miss.